അടുത്തൊരു മുൻപിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഇവർക്ക് സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ ബാലചന്ദ്രൻ ഒന്നും നടക്കാത്തതിൻ്റെ വിഷമത്തിലിരിക്കണം. അലീന പറയുന്നുണ്ട്, അച്ഛാ എനിക്ക് വിശ്വാസമുണ്ട്, ശരണ്യ മൊഴിമാറ്റി തന്നെ പറയും, രോഹിത് രക്ഷപ്പെടുക തന്നെ ചെയ്യും, നമുക്ക് വിശ്വസിക്കാം എന്ന് പറയാണ്. അപ്പം അതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ബാലചന്ദ്രൻ ഒരു ആശ്വാസമാവുന്നുണ്ട്. ഈ സമയത്ത് ശരണ്യയുടെ വീട്ടിൽ പാർട്ടിക്കാരും ബാക്കിയുള്ളവരൊക്കെ വരുന്നുണ്ട്. അപ്പം ശരണ്യയുടെ അച്ഛനോട് സംസാരിക്കുന്നുണ്ട്. ഞങ്ങൾ പറഞ്ഞ കാര്യമെല്ലാം ഓർമ്മയുണ്ടല്ലോ, അവിടെ വന്ന് മൊഴി മാറ്റി പറയല്ലേ. 4 പേര് പ്രതികളുണ്ട്, അവരുടെ പേര് എൻ്റെ മകൾ പറയണം. അപ്പം ശരണ്യയുടെ അച്ഛൻ പറയാണ്, അവൾ മൊഴി മാറ്റി പറയത്തില്ല, 4 പേരുടെയും പേര് പറയുകയാണ്. ഞങ്ങൾക്ക് ആ കുട്ടിയെ ഒന്ന് കാണണമെന്ന് പാർട്ടിക്കാരൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ശരണ്യയെ വിളിക്കുന്നുണ്ട് ശരണ്യയുടെ അച്ഛൻ. ഭയങ്കര വിഷമത്തിരിക്കുകയാണ്. അങ്ങനെ വിളിച്ചിട്ട് ശരണ്യയുടെ അച്ഛൻ്റെ മുന്നിൽ വെച്ച് അവർ പറയുന്നുണ്ട്, നാളെ കോടതിയിൽ ചെല്ലുമ്പോൾ ആ 4 പേരുടെയും പേര് പറയണം, 4 പേര് കുറ്റക്കാരാണെന്ന് പറയണം, മൊഴി മാറ്റി പറയല്ലേ എന്നവർ പറയാണ്. അപ്പോൾ ശരണ ഒന്നും മിണ്ടായിരിക്കുകയാണ്. അപ്പം അതിലൊരാൾ പറയുന്നുണ്ട്, ഇയാൾ അവിടെ വന്ന് മൊഴി മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു സഹായവും പിന്നെ നിങ്ങളാരും പ്രതീക്ഷിക്കണ്ട, ആദ്യം പറഞ്ഞ ആ മൊഴിയിൽ തന്നെ ഉറച്ചു നിൽക്കണമെന്ന് പറയാണ്. അപ്പോൾ ശരണ്യയുടെ അച്ഛൻ പറയാണ്, അവൾ മൊഴി മാറ്റി പറയത്തില്ല, ആദ്യം പറഞ്ഞ ആ മൊഴിയിൽ തന്നെ നിൽക്കുമെന്ന് പറയാണ്. അപ്പോൾ ശരണ്യ അങ്ങ് ഭയങ്കര വിഷമത്തോടെ നിൽക്കുകയാണ്. അങ്ങനെ ശരണ്യ അകത്തേക്ക് കയറി പോവാണ്. ഇതൊക്കെ കണ്ടുകൊണ്ട് ശരണ്യയുടെ അച്ഛനെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പം അവർ പറയാണ്, ഞങ്ങൾ പോവുകയാണ്, ഇനി നാളെ കോടതിയിൽ വെച്ച് കാണാമെന്നും പറഞ്ഞുകൊണ്ട് അവർ പോവുകയാണ്. അപ്പം അകത്ത് ശരണ്യ പോയി വിഷമിച്ച് സങ്കടത്തോടെ ഇങ്ങനെ കരയാണ്. ശരണ്യയുടെ അച്ഛൻ അങ്ങോട്ട് ചെല്ലുകയാണ്. നീ എന്തിനാണ് വിഷമിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. എന്നും പറഞ്ഞ് അയാൾ അവിടെ ഇരുന്ന് ചോദിക്കുകയാണ്, നിനക്കൊരു കുറ്റബോധവും വേണ്ട, നിന്നെ ചതിച്ച് അവന്മാർ കൊണ്ടുപോയത്, പിന്നെന്തിനാണ് അവന്മാരുടെ ഒരു കുറ്റബോധവും ഒരു സഹതാപവും ഒന്നും വേണ്ട. ആ 4 പേരുടെയും പേര് നീ കോടതിയിൽ പറഞ്ഞിരിക്കണം, 4 പേരും കുറ്റക്കാരാണെന്ന് നീ പറയണം എന്ന് പറയുകയാണ്. അപ്പോൾ ശരണ്യ ചോദിക്കുന്നുണ്ട്, അച്ഛാ അതിൽ 3 പേര് മാത്രമേ കുറ്റക്കാരുള്ളതെന്ന് ഞാൻ പലവട്ടവും പറഞ്ഞു, പിന്നെ നിങ്ങളെന്തിനാ 4 പേരെ കുറ്റക്കാരാക്കാൻ നോക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പം ശരണ്യയുടെ അച്ഛൻ പറയാണ്, അത് നീ അറിയേണ്ട കാര്യമില്ല, നീ ആദ്യം 4 പേരുടെ പേര് പറഞ്ഞ് ആ പേര് തന്നെ നീ പറഞ്ഞാൽ മതി. അതിൽ ഒരുത്തൻ നിരപരാധിയാണെന്നും പറഞ്ഞ് നീ അവനെ രക്ഷപ്പെടുത്താനൊന്നും നോക്കണ്ട, അവനും ഈ കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നല്ലോ, നിന്നെ ഉപദ്രവിച്ചില്ലെന്നല്ലേ ഉള്ളൂ, അതുകൊണ്ട് അവനെ അങ്ങനെ വെറുതെ വിടേണ്ട ആവശ്യമില്ല. നിൻ്റെ മൊഴി മാറ്റി പറഞ്ഞാൽ നിൻ്റെ മൊഴിയിലൊരു സത്യസന്ധതയില്ലെന്ന് കോടതി വിധിക്കും, അതുകൊണ്ട് ഇനി മൊഴി മാറ്റി പറയാൻ നിൽക്കല്ലേ എന്ന് ശരണ്യയുടെ അച്ഛൻ നിർബന്ധം പിടിക്കുകയാണ്. ശരണ്യയാണെങ്കിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. പക്ഷേ ശരണ്യയുടെ മനസ്സിൽ എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ച് തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ നാളെ കോടതിയിൽ ശരണ്യ പോകാനായിട്ടിരിക്കുകയാണ്. സമയത്ത് നെടുമ്പുരയ്ക്കലാണെങ്കിൽ മോളാണെങ്കിൽ അങ്ങനെ ടേബിളിൻ്റെ മുകളിലിരിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് അലീന വരുന്നുണ്ട്. അപ്പോൾ കൃഷ്ണ പറയാണ്, അച്ഛൻ ഭയങ്കര വിഷമത്തിലാണ്, അച്ഛനാണെങ്കിൽ ഇന്ന് എന്തെങ്കിലും പോയി ആ DYSP ആയിട്ട് സംസാരിച്ച് എന്തെങ്കിലും നടക്കുമെന്നുള്ളൊരു പ്രതീക്ഷയാണ്, ആ പ്രതീക്ഷ നഷ്ടപ്പെടുക, അച്ഛൻ ഭയങ്കര സങ്കടത്തിലാണെന്ന് കൃഷ്ണമോൾ പറയാണ്. അപ്പോൾ അലീന പറയാണ്, പോലീസുകാർക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ശരണ്യയുടെ മൊഴിയാണ് ഇനി പ്രധാനപ്പെട്ടതെന്ന് പറയാണ്. അപ്പം കൃഷ്ണമോൾ പറയാണ്, ചേച്ചി ഒരു കാര്യം പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. ഇന്നലെ ബബിത ചേച്ചി ഹോസ്പിറ്റലിൽ പോയപ്പം അമ്മ ഒരു കാര്യം പറഞ്ഞു. അലീന ചോദിക്കണേ, എന്താ മാഡം പറഞ്ഞ്? അത് അമ്മയാണെങ്കിൽ വേറൊരു വീടെടുത്ത് അങ്ങോട്ട് മാറാൻ പോവുകയാണ്, നാളെയോ മറ്റന്നാളോ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജായി അങ്ങോട്ടാണ് പോണേന്ന്. അപ്പം ബബിത ചേച്ചി ആ വീടിൻ്റെ ഫോട്ടോയൊക്കെ കാണിച്ചെന്ന്, അതുപോലെ തന്നെ എഗ്രിമെൻ്റൊക്കെ കാണിച്ചെന്ന്, നാളെയോ മറ്റന്നാളോ അങ്ങോട്ടോ മാറ്റുമെന്നാണ് പറഞ്ഞത്. അപ്പം അലീന പറയാണ്, ഈ കാര്യം വെച്ച് അങ്ങോട്ട് പോയാൽ എങ്ങനെ? അമ്മ ആരാണ്ട് ഹോം നേഴ്സിനെ ഏർപ്പാടാക്കി, ബബിത ചേച്ചി അങ്ങോട്ട് പോകാൻ തയ്യാറെടുത്തിരിക്കുക. ഇത് കേൾക്കുമ്പോഴത്തേക്ക് അലീനയ്ക്ക് ഭയങ്കര വിഷമമാവുന്നുണ്ട്. അമ്മയുടെ തീരുമാനത്തിന് ഒരു മാറ്റമില്ല ചേച്ചി എന്ന് കൃഷ്ണമോൾ പറയാണ്. അപ്പം അലീന വിഷമത്തോടെ പറയാണ്, മാഡം ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ കുറച്ച് ദിവസത്തിനുള്ളിൽ ഞാനും ഇവിടുന്ന് പോകും, പിന്നെ ഞാനിവിടെ നിൽക്കത്തില്ല മോളെ എന്ന് പറയാണ്. അപ്പോൾ കൃഷ്ണമോൾ പറയാണ്, അമ്മ ആര് പറഞ്ഞാലും കേൾക്കത്തില്ല, ആര് പറഞ്ഞാലും അനുസരിക്കത്തുമില്ല, അമ്മയുടെ വാശി ജയിക്കണം. അപ്പം അലീന പറയാണ്, അതാ മോളെ, മാഡം ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ പിന്നെ ഞാനിവിടെ നിൽക്കത്തില്ല, ഞാൻ പോയി കഴിയുമ്പോൾ മാഡം ഇങ്ങോട്ട് വരുമല്ലോ, പിന്നെ ഈ കുടുംബം പഴയ പോലെ ആവുമല്ലോ എന്ന് അലീന പറയുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് കൃഷ്ണമോൾ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്.